5000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഇടയ്ക്കൽ ഗുഹയിൽ ജീവിച്ചിരുന്ന 2 സയൻറ്റിസ്റ്റുമാരുണ്ടായിരുന്നു. ഒരാളുടെ പേര് തങ്കപ്പൻ എന്നും മറ്റൊരാളുടെ പേര് തങ്കമ്മ എന്നുമാണ്. രണ്ടും സാങ്കല്പിക പേരുകളാണ്. ഒരു ദിവസം ഒരു വൈകുന്നേരം സയൻറ്റിസ്റ്റായ തങ്കപ്പൻ തങ്കമ്മയോട് ചോദിക്കുകയാണ്, തങ്കമ്മേ, ഈ കാണുന്നതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? തങ്കമ്മയ്ക്ക് കാര്യം മനസ്സിലായില്ല. അവർ രൂക്ഷമായി തങ്കപ്പനെ ഒന്ന് നോക്കി. തങ്കപ്പൻ തൊട്ടടുത്തുള്ള ഒരു കല്ല് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഉദാഹരണത്തിന് ഈ കല്ലിലേക്ക് നീ ഒന്ന് നോക്കുക. ഈ കല്ല് എങ്ങനെയായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്? തങ്കമ്മയ്ക്ക് അത് കാമ്പുള്ള ഒരു ചോദ്യമാണെന്ന് മനസ്സിലായി. ശരിക്കും എന്തുകൊണ്ടായിരിക്കാം ആ കല്ല് നിർമ്മിച്ചിരിക്കുന്നത്? രണ്ടുപേരും തല പുകഞ്ഞ് കുറെ അധികം നേരം ആലോചിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ തങ്കമ്മയ്ക്കാണ് ഒരു ഐഡിയ കിട്ടിയത്. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് അതിനെ പല കഷ്ണങ്ങളായിട്ട് മുറിച്ചു നോക്കാം. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ സാധിക്കുമല്ലോ. ഉടൻ തന്നെ തങ്കപ്പൻ നല്ല ഒരു കല്ല് കൊണ്ടുവന്ന് ആ ഒരു പാറ വെട്ടിപ്പൊളിക്കാൻ തുടങ്ങി. കൂർത്ത കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ആ പാറ പല കഷ്ണങ്ങളായിട്ട് മുറിച്ചു മാറ്റി. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പാറ തന്നെയാണ്. വലിയൊരു പാറയെ മുറിച്ചപ്പോൾ ചെറിയ കുറേയധികം പാറകളാണ് കിട്ടിയത്. ആ ചെറിയ പാറയെ വീണ്ടും അവർ പല കഷ്ണങ്ങളായിട്ട് മുറിക്കാൻ ശ്രമിച്ചു. അങ്ങനെ മുറിച്ച് ഒടുവിൽ അവർക്ക് കിട്ടിയത് കുറേയധികം തരികളാണ്, പാറയുടെ തരികളാണ്. തങ്കമ്മയാണ് അപ്പോൾ ആ തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. ഈ പാറകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള പാറത്തരികൾ കൊണ്ടാണ്. മറ്റൊരു ദിവസം രണ്ടുപേരും വെളിയിലൂടെ കറങ്ങാൻ ഇറങ്ങിയിരിക്കുകയായിരുന്നു. അങ്ങനെ കറങ്ങുന്നതിനിടയിലാണ് കാട്ടിൽ അവർ ഒരു ആനയെ കാണുന്നത്. തങ്കപ്പന് വീണ്ടും സംശയമായി. പാറ ഉണ്ടാക്കിയിരിക്കുന്നത് പാറത്തരികൾ കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആന ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ആനയെ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? തങ്കമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉത്തരം പറയാൻ സാധിക്കുമായിരുന്നു. പാറ ഉണ്ടാക്കിയിരിക്കുന്നത് പാറത്തരികൾ കൊണ്ടാണെങ്കിൽ ആനയെ ഉണ്ടാക്കിയിരിക്കുന്നത് ആനത്തരികൾ കൊണ്ടായിരിക്കും. കുറേയധികം ചെറിയ കഷ്ണങ്ങളായിട്ട് ആനയെ മുറിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ കഷ്ണം ആനത്തരികളാണ്. ആനത്തരികൾ കൊണ്ടാണ് ആനയെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം പറയാൻ നമ്മുടെ തങ്കപ്പന് സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന മരം ഉണ്ടാക്കിയിരിക്കുന്നത് മരത്തരി കൊണ്ടാണ്. ആ കാണുന്ന മാനിനെ ഉണ്ടാക്കിയിരിക്കുന്നത് മാൻ തരികൾ കൊണ്ടാണ്. നമ്മൾ ഉണ്ടായിരിക്കുന്നത് മനുഷ്യ തരികൾ കൊണ്ടാണ്. ഒരു വലിയ തിയറിയാണ് അവർ പ്രപ്പോസ് ചെയ്യുന്നത്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് തരികളാണ്. തരികൾ ചേർത്ത് വെച്ചിട്ടാണ് വലിയ വസ്തുക്കൾ ഒക്കെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ നമ്മൾ തങ്കപ്പൻ്റെ കയ്യിൽ ഒരു ബുക്കും പേനയും കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എഴുതാൻ അറിയുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അങ്ങനെ ബുക്കും പേനയും കൊടുക്കുകയാണെങ്കിൽ തങ്കപ്പന് ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ചുറ്റുപാടും കാണുന്ന സകല വസ്തുക്കളും എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അദ്ദേഹം ആ ലിസ്റ്റിൽ കുറിച്ചിടുന്നതാണ്. പക്ഷേ തങ്കപ്പനും തങ്കമ്മയ്ക്കും ആ ഒരു ഭൂഭാഗം മാത്രമേ അറിയുകയുള്ളൂ. ഇടയ്ക്കൽ ഗുഹയും അതിൻ്റെ പരിസരത്തുള്ള പ്രദേശങ്ങളും മാത്രമേ അറിയുകയുള്ളൂ. ഇത് വലിയൊരു ലോകമാണെന്ന് അവർക്ക് അറിയുകയില്ല. ഈ ലോകം നിൽക്കുന്നത് സൗരയൂഥത്തിലാണെന്ന് അറിയുകയില്ല. സൗരയൂഥം മിൽക്കി വേ ഗാലക്സിയിലാണെന്ന് അറിയുകയില്ല. ഇതെല്ലാം ഈ വലിയ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിലാണെന്ന് അവർക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന സകല പദാർത്ഥങ്ങളും എങ്ങനെയായിരിക്കും ഉണ്ടാക്കിയിരിക്കുക? അത് ഒരു ലിസ്റ്റായിട്ട് എഴുതുകയാണെങ്കിൽ 1-2 പുസ്തകമൊന്നും മതിയാവുകയില്ല. എത്ര എഴുതിയാലും തീരുകയില്ല. അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പദാർത്ഥങ്ങളാണ് ഉള്ളത്. പക്ഷേ തങ്കപ്പൻ്റെയും തങ്കമ്മയുടെയും കണ്ടെത്തൽ അത് ഒരു ചരിത്ര പ്രാധാന്യം അറിയിക്കുന്ന ഒരു കണ്ടെത്തലായിരുന്നു. നമ്മളിവിടെ സാങ്കല്പികമായിട്ട് 2 കഥാപാത്രങ്ങളെ പറഞ്ഞുവെങ്കിലും ഏതാണ്ട് അത്രയും തന്നെ വർഷം പഴക്കമുള്ള മനുഷ്യർ ഇത്തരത്തിൽ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. അവരെല്ലാവരും എത്തിച്ചേർന്നത് തരികൾ കൊണ്ടായിരിക്കും ഇവയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ്. ഇത് ശാസ്ത്രത്തിൻ്റെ വലിയൊരു അടിത്തറ തന്നെയാണ്. അവരെല്ലാവരും ഗവേഷകരാണ്. മനുഷ്യർ തന്നെ ഗവേഷകരുടെ ഒരു വലിയ കൂട്ടമാണ്. കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പുതിയ പുതിയ തിയറികൾ കൊണ്ടുവന്നു. അങ്ങനെ പീരിയോഡിക് ടേബിൾ നിർമ്മിക്കപ്പെടുകയുണ്ടായി. ഒരു വലിയ ടേബിളാണ്. ആ ടേബിൾ പരിശോധിച്ചാൽ നമുക്ക് 118 എലമെന്റുകളെ കാണാൻ സാധിക്കും. അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ തങ്കപ്പനും തങ്കമ്മയും കണ്ടെത്തിയ അതേ കാര്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാ പദാർത്ഥങ്ങളും തരികൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ ആനയ്ക്ക് ആനയുടെ തരിയും മണ്ണിന് മണ്ണിൻ്റെ തരിയും പാറയ്ക്ക് പാറയുടെ തരിയുമല്ല. അതെല്ലാം
ഇത്തരത്തിലുള്ള ആറ്റങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. ഈ കാണുന്ന 118 ആറ്റങ്ങൾ കൊണ്ട് മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആറ്റങ്ങൾ എന്തുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്? അങ്ങനെയും ചോദിക്കാമല്ലോ. ആറ്റങ്ങളുടെയും ഉള്ളിൽ പല കാര്യങ്ങളും ഉണ്ടാകണമല്ലോ. ആറ്റത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ എത്തി നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ചെറിയ പദാർത്ഥങ്ങളെ കാണാൻ സാധിക്കും. ആറ്റത്തേക്കാൾ ചെറിയ പദാർത്ഥങ്ങൾ. അതിന്റെ മധ്യഭാഗത്ത് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. ഇതിനെ വലം വെച്ചുകൊണ്ട് ഇലക്ട്രോണുകളും ഉണ്ട്. ആ ഉള്ളിലുള്ള ന്യൂട്രോണിനെയും പ്രോട്ടോണിനെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് മുറിച്ച് അതിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാമല്ലോ. അങ്ങനെ മനസ്സിലാക്കിയാണെങ്കിൽ ഈ പ്രോട്ടോണും ന്യൂട്രോണും ക്വാർക്കുകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് അറിയാൻ സാധിക്കും. അപ്പ് ക്വാർക്കും ഡൗൺ ക്വാർക്കും ചേർത്ത് വെച്ചാണ് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായി ഈ കാണുന്ന വസ്തുക്കളൊക്കെ തന്നെയും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ആറ്റത്തിലെ 3 കാര്യങ്ങൾ കൊണ്ടാണ്: ഇലക്ട്രോൺ, അപ്പ് ക്വാർക്ക്, ഡൗൺ ക്വാർക്ക്. ഒരു വലിയ നേട്ടം തന്നെയാണ്. മനുഷ്യർ പരസ്പരം കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ പരിസരത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവർക്കൊരു കൺഗ്രാജുലേഷൻ കൊടുക്കുക. വലിയൊരു നേട്ടമാണ് മനുഷ്യരാശി കൈവരിച്ചിരിക്കുന്നത്. എല്ലാ പദാർത്ഥങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ 3 പദാർത്ഥങ്ങൾ കൊണ്ടാണ്. ആ പദാർത്ഥമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. പക്ഷേ ഇത് പൂർണ്ണമായിട്ടുള്ള ഒരു കണ്ടെത്തലാണോ? വർഷങ്ങൾക്ക് മുമ്പ് തങ്കപ്പൻ ചോദിച്ച ആ ചോദ്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരമാണോ ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്? അങ്ങനെയല്ല എന്ന് പറയേണ്ടി വരും. അതിന് 2 കാരണങ്ങളുണ്ട്. ആദ്യത്തെ കാരണം, ഇപ്പോൾ പറഞ്ഞ ആ 3 പാർട്ടിക്കിൾ ഉണ്ടല്ലോ, സബാറ്റോമിക് പാർട്ടിക്കിൾ, അപ്പ് ക്വാർക്ക്, ഡൗൺ ക്വാർക്ക്, ഇലക്ട്രോൺ. ഇത് 3 മാത്രമല്ല ഇവിടെ ഉള്ളത്. കഴിഞ്ഞ 100 വർഷങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള 9 മാറ്റർ പാർട്ടിക്കിൾസിനെയും 5 ഫോഴ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കാരിയർ ആയിട്ടുള്ള പാർട്ടിക്കിളെയും ഗവേഷകർ കണ്ടെത്തി. കാണുന്നതൊക്കെ തന്നെയും ആ 3 വസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ബാക്കി പാർട്ടിക്കിൾ ശരിക്കും എന്തിനാണ്? അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഈ പാർട്ടിക്കിളിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പരാമർശിക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. നമ്മുടെ വിഷയം 2ാമത്തെ കേസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 2ാമത്തെ കേസ് അനുസരിച്ച് നമ്മളിവിടെ കാണുന്ന സകല പദാർത്ഥങ്ങളും അതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ 3 സബാറ്റോമിക് പാർട്ടിക്കിൾ കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പ് ക്വാർക്ക്, ഡൗൺ ക്വാർക്ക്, ഇലക്ട്രോൺ. ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ നക്ഷത്രങ്ങളും ഗാലക്സികളും പ്ലാനറ്റുകളും കോമറ്റുകളും മീറ്റിയോറുകളും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണും നമ്മൾ മനുഷ്യരും ഇവിടെ കാണുന്ന മൃഗങ്ങളും ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ച സാമ്പാറും ഇന്നലെ കഴിച്ച പുളിശ്ശേരിയും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മാറ്ററുകൾ കൊണ്ടാണ്. പക്ഷേ ഈ മാറ്റർ എന്ന് പറയുന്നത് റെഗുലർ മാറ്റർ അല്ലെങ്കിൽ നോർമൽ മാറ്റർ ആണ്. ഈ പ്രപഞ്ചത്തിലുള്ള സകല മാറ്ററുകളെയും എനർജിയെയും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെറും 5% മാത്രമേ ഈ പറയുന്ന നോർമൽ മാറ്റർ അല്ലെങ്കിൽ റെഗുലർ മാറ്റർ വരികയുള്ളൂ. അവശേഷിക്കുന്ന 95% അത് എന്താണെന്ന് പോലും നമുക്കറിയുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഡാർക്ക് എന്ന പേര് കൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. ഡാർക്ക് മാറ്റർ എന്നും ഡാർക്ക് എനർജി എന്നും. 27% ഡാർക്ക് മാറ്ററും 68% ഡാർക്ക് എനർജിയും ഇവിടെ ഉണ്ട്. എന്താണ് ഈ ഡാർക്ക് മാറ്റർ? എന്താണ് ഈ ഡാർക്ക് എനർജി? നമ്മൾ കുറച്ചു മുമ്പ് കൺഗ്രാജുലേറ്റ് ചെയ്തിരുന്നു. മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ കണ്ടെത്തലെന്ന് നമ്മൾ സ്വയം ആനന്ദിച്ചിരുന്നു. പക്ഷേ അത് ആനന്ദിക്കേണ്ട ഒരു കാര്യമാണോ? നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ആനയെക്കുറിച്ച് പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആനയെക്കുറിച്ചെല്ലാം പഠിച്ച് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അഭിനന്ദിക്കുന്ന, സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അഭിനന്ദിക്കുന്ന ആ വേളയിൽ മാത്രമാണ് നമ്മൾ അറിയുന്നത് ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ആനയുടെ വാലിനെ കുറിച്ച് മാത്രമാണെന്ന്. ആന എന്ന് പറയുന്ന ആ ഭീകര സത്വം വേറെയുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കാൻ പോലും നമുക്ക് സാധ്യമായിട്ടില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു PhD ഉണ്ടായിരിക്കാം, നിരവധി ശാസ്ത്ര പ്രബന്ധങ്ങൾ നിങ്ങൾ രചിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾക്ക് നൊബേൽ പുരസ്കാരം പോലും ലഭ്യമായിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ കണ്ടെത്തലെന്ന് പറയുന്നത് അതൊരു വലിയ കണ്ടെത്തലൊന്നുമല്ല. ഈ പറഞ്ഞ ആനയുടെ വാലിലെ ഒരു രോമത്തെക്കുറിച്ചുള്ള ഒരു കണ്ടെത്തൽ മാത്രമാണ് നിങ്ങൾ നടത്തിയത്. അതിൽ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ മനസ്സിലാക്കിയത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കാനുള്ളത് വലിയൊരു ശതമാനമാണ്. അതിനെക്കുറിച്ച് ഓർത്ത് നമുക്ക് സന്തോഷിക്കാം. കാരണം ഇവിടെ കണ്ടെത്താനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറിയ ക്ലാസ്സിൽ GK എന്ന പേരിൽ എനിക്കൊരു സബ്ജക്റ്റ് പഠിക്കാനുണ്ടായിരുന്നു. അതിൽ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നത്
ചില ഡിവൈസുകളും അത് കണ്ടെത്തിയിട്ടുള്ള ആളുകളുടെ പേരുകളുമായിരുന്നു. ഉദാഹരണത്തിന് ടെലഫോൺ, TV, മൊബൈൽ, ആറ്റം ബോംബ്, ഹൈഡ്രജൻ ബോംബ്. അതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ശരിക്കും നിരാശയായിരുന്നു. ഇവർ ഇതെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞല്ലോ. ഇവരിത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ, TV കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് TV കണ്ടുപിടിച്ച് ഒരു വലിയ ആളായിട്ട്, ഒരു സയൻറ്റിസ്റ്റായിട്ട് മാറാമായിരുന്നു. പക്ഷേ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഈ ഒന്നുമല്ല, കണ്ടെത്താനുള്ളതാണ് ഇനി ധാരാളമായിട്ടുള്ളത്. നിങ്ങൾ എല്ലാ ദിവസവും ഐസ്ക്രീം കഴിക്കുകയാണെന്ന് കരുതുക. ഒരേ ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് നിങ്ങൾ കഴിക്കുന്നത്. ഉദാഹരണത്തിന് വാനില ഫ്ലേവറിലുള്ള ഐസ്ക്രീം. നിങ്ങൾക്ക് അറിയുകയില്ല ഇതല്ലാതെ വേറെ തരത്തിലുള്ള ഫ്ലേവറുകൾ ഉണ്ടെന്ന്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ അറിയുകയാണ് ഇത് 50ഓളം ഫ്ലേവറുകളിൽ ഒരു ഫ്ലേവർ മാത്രമാണ്, വേറെ 49 ഫ്ലേവറുകൾ അവശേഷിക്കുന്നു. അത് കേൾക്കുമ്പോൾ നമുക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അവസരമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ബാക്കിയുള്ള 49 ഫ്ലേവറുകളും മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ രുചിക്കാനായിട്ട്. ഈ ഒരു സമസ്യയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മളും ആ രീതിയിൽ തന്നെയാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഗവേഷണ വിഷയമായിട്ട് ഡാർക്ക് മാറ്ററിനെയും അതുപോലെ ഗാലക്സിയും ഞാൻ സ്വീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രബന്ധങ്ങൾ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനു പുറമെ ഞാൻ നിരവധി ആളുകളെ എൻ്റെ പ്രബന്ധത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമാക്കി മാറ്റിയിട്ടുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനൊരു വെബ്സൈറ്റും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു കോഴ്സും ആരംഭിച്ചത്. ആ കോഴ്സിൻ്റെ ഭാഗമായി തന്നെ ശാസ്ത്ര പ്രബന്ധങ്ങൾ 2 നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. 2 പബ്ലിഷ് ചെയ്യാനായിട്ട് ഇപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിയർ റിവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും ഈ ഒരു സംരംഭത്തിൻ്റെ ഭാഗമായി മാറണമെങ്കിൽ തീർച്ചയായിട്ടും ആ ലിങ്ക് പരിശോധിക്കാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഡാർക്ക് മാറ്ററിനെ കുറിച്ചും ഡാർക്ക് എനർജിയെക്കുറിച്ചും പറഞ്ഞു. പക്ഷേ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്, എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് അത് പഠിക്കുന്നത്? പഠിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ അത്യാവശ്യമായിട്ട് വേണ്ടത് ടൂളുകളാണ്. ഉദാഹരണത്തിന് ഒരു ഐലൻഡിൽ വർഷങ്ങളായിട്ട് കഴിയുന്ന ഒരു ജനസമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുക. കുറേയധികം വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ അവർക്ക് ഈ ഐലൻഡ് അല്ലാതെ മറ്റൊരു ലോകത്തെക്കുറിച്ച് അറിയുകയില്ല, മറ്റൊരു ലോകമുണ്ടോ എന്ന് അറിയുകയില്ല. ഐലൻഡിനപ്പുറത്ത് സമുദ്രമാണെന്നാണ് അവർക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ആ സമുദ്രവും കടന്ന് അപ്പുറത്തുള്ള കരയിലേക്ക് അവർക്ക് പോകണമെങ്കിൽ, കൂടുതൽ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അവർക്ക് ടൂളുകൾ വേണം. അവർ ആ ടൂളുകൾ നിർമ്മിക്കും. കപ്പലിൻ്റെ രൂപത്തിലും ബോട്ടിൻ്റെ രൂപത്തിലും ടൂളുകൾ നിർമ്മിച്ച് മറ്റ് കരകളിലേക്ക് പോകും. ഇവിടെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ടൂളുകളാണ്. ഗവേഷകർ നിലവിൽ പല ടൂളുകളും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഗ്രാവിറ്റി വേവ് ഡിറ്റക്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, ടെലസ്കോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്, പാർട്ടിക്കിൾ കൊളൈഡേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ടൂളുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡാർക്ക് മാറ്ററിനെ കുറിച്ച് പഠിക്കാൻ സാധിക്കും. ഒരു കാര്യം ഉറപ്പാണ്, ഡാർക്ക് മാറ്റർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ലോകം അടിമുടി മാറും. ഹ്യൂമൻ എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഹ്യൂമനായിട്ട് മാറും. കാരണം നിലവിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സകല സാങ്കേതിക വിദ്യയും പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന 5% പദാർത്ഥങ്ങളിൽ നിന്നും ഉണ്ടാക്കിയെടുത്തതാണ്. ബാക്കി അവശേഷിക്കുന്ന 95% എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ശാസ്ത്രം നമുക്ക് പിടികിട്ടി കഴിഞ്ഞാൽ, പിന്നീട് ഇവിടെ സംഭവിക്കാൻ പോകുന്ന റവല്യൂഷനെ കുറിച്ച് നമുക്ക് പറയാൻ പോലും സാധിക്കുകയില്ല. ലോകം അടിമുടി തന്നെ മാറുന്നതാണ്. ഒരു 500 വർഷങ്ങൾക്ക് ശേഷമുള്ള തലമുറ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, നമ്മുടെ ഈ 2020 കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ, ഇവിടെ നമ്മൾ കണ്ടെത്തിയ പല കാര്യങ്ങളും വളരെയധികം സില്ലിയാണെന്ന് അവർക്ക് തോന്നിപ്പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ പൂർവികരുടെ കാലഘട്ടത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ വിശ്വസിച്ചിരുന്നത് ഭൂമിക്ക് ചുറ്റുമാണ് ഈ ലോകത്തുള്ള സകല സെലസ്ത്യൽ ബോഡികൾ കറങ്ങുന്നതെന്നാണ്. സൂര്യൻ അങ്ങനെ കറങ്ങുന്നു, ചന്ദ്രൻ അങ്ങനെ കറങ്ങുന്നു. ചന്ദ്രൻ ശരിക്കും അങ്ങനെ തന്നെയാണ് കറങ്ങുന്നത്. ഇവിടെയുള്ള സകല നക്ഷത്രങ്ങളും അങ്ങനെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭൂമി പരന്നതാണെന്ന് പോലും ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അല്ല, ഭൂമി ഉരുണ്ടതാണ്, ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ പല ഗവേഷകരെയും ആളുകൾ തല്ലിക്കൊല്ലുകയായിരുന്നു. ബ്രൂണോ മികച്ചൊരു ഉദാഹരണമാണ്. അദ്ദേഹത്തെ പച്ചയ്ക്ക് ജീവനോടെ കത്തിച്ചു കൊല്ലുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഭൂമി ഉരുണ്ടതാണെന്നാണ്, ഭൂമി സൂര്യന് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അതിന് അദ്ദേഹത്തിന് കിട്ടിയ ട്രീറ്റ്മെൻറ്റ് അത്രയും നീചമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഇവിടെ ഒരു വിചിത്രമായ കാര്യമുണ്ട്. നമ്മൾ കാണുന്ന 5% മാത്രമുള്ള മാറ്ററിനെ നമ്മൾ നോർമൽ മാറ്റർ എന്ന് പറയും. നമുക്ക് കാണാൻ സാധിക്കാത്ത ബാക്കിയുള്ളതിനെ ഡാർക്ക് മാറ്റർ എന്നും ഡാർക്ക് എനർജി എന്നും പറയും. പക്ഷേ നോർമൽ മാറ്റർ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു യുക്തിയുണ്ടോ? ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ റോഡിലൂടെ സാധാരണഗതിയിൽ നോർമലായിട്ട് നടന്നു പോവുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആരും അത് ശ്രദ്ധിക്കുകയില്ല. അത് നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലായ്പ്പോഴും അങ്ങനെ ഒരു സംഭവം നടക്കുന്നതാണ്. പക്ഷേ അതേ വ്യക്തി തന്നെ തലകുത്തനെ മറിഞ്ഞുകൊണ്ടാണ് റോഡിലൂടെ പോകുന്നതെങ്കിലോ
അവിടെയുള്ള എല്ലാവരും നോക്കും. കാരണം അത് അബ്നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്, വളരെ റെയറായിട്ട് മാത്രം കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രപഞ്ചത്തിൽ റെയറായിട്ടുള്ളൊരു കാര്യമല്ലേ, പക്ഷേ നമ്മൾ അതിനെ വിളിക്കുന്നത് നോർമൽ മാറ്റർ എന്നും ഇവിടെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നതിനെ ഡാർക്ക് മാറ്റർ എന്നും ഡാർക്ക് എനർജി എന്നുമാണ്. ഡാർക്ക് മാറ്റർ എന്ന കോൺസെപ്റ്റ് ആദ്യമായി പ്രൊപ്പോസ് ചെയ്തത് 1920കളിലായിരുന്നു. പക്ഷേ ആ കാലഘട്ടങ്ങളിൽ മറ്റുള്ള ഗവേഷകർ ഇത്തരത്തിൽ ഗവേഷണങ്ങൾ നടത്തുന്ന സയൻറ്റിസ്റ്റുകളെ കളിയാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ 1960കളായപ്പോഴാണ് ഗവേഷകർ ഡാർക്ക് മാറ്ററിനെ സീരിയസ് ആയിട്ട് എടുത്തത്. അതെന്തുകൊണ്ടാണ് അവർ സീരിയസ് ആയിട്ട് എടുത്തത്? കുറേയധികം വർഷം നമ്മൾ തമാശയൊക്കെ പറഞ്ഞു പോയില്ലേ, ഒരു 40 വർഷം കഴിഞ്ഞു, ഇനി നമുക്ക് ഗൗരവത്തോടെ ഡാർക്ക് മാറ്ററിനെ കാണാമെന്നാണോ അവർ ചിന്തിച്ചത്? അല്ല, വ്യക്തമായിട്ടുള്ള ചില തെളിവുകൾ ലഭ്യമായി. അതോടുകൂടി അവർ ഉറപ്പിച്ചു ഡാർക്ക് മാറ്റർ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തൊക്കെയായിരുന്നു ആ തെളിവുകൾ? ആദ്യ തെളിവ് പറയുന്നതിന് മുൻപ് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ കുട്ടികളുടെ പാർക്കിലൊക്കെ പോകുമ്പോൾ കാണാൻ സാധിക്കുന്ന കസേരകളൊക്കെ ഉള്ള കറങ്ങുന്ന ചില ഐറ്റംസ്. അപ്പോൾ അതിൽ കുട്ടികളെ ഇരുത്തിയിട്ട് അത് വേഗതയിൽ നമ്മൾ കറക്കും. ഭാരക്കുറവുള്ള കുറച്ച് കടലാസുകൾ വെച്ചിട്ട് നമ്മൾ കറക്കുകയാണെന്ന് കരുതുക. അങ്ങനെ കറക്കുമ്പോൾ അതിലുള്ള പേപ്പറുകൾ വെളിയിലേക്ക് തെറിച്ചു പോകും. കുറച്ചുകൂടെ ഭാരമുള്ള വസ്തുക്കൾ എടുത്തു വെക്കുക. അപ്പോഴും നമ്മൾ നല്ല വേഗതയിൽ കറക്കി കഴിഞ്ഞാൽ അതൊന്ന് തെറിച്ചു പോകും. പക്ഷേ അവിടെ നമ്മൾ 10 കിലോയുടെ ഒരു കട്ടിയാണ് എടുത്തു വെക്കുന്നതെങ്കിൽ നമ്മൾ നന്നായിട്ട് കറക്കിയാലും അത് അവിടെ നിന്നും തെറിച്ചു പോകത്തില്ല. കാരണം അതിന് ആവശ്യമായിട്ടുള്ള മാസ് അല്ലെങ്കിൽ ഭാരം അവിടെ ഉണ്ട്. ഗാലക്സികളിലേക്ക് നമ്മൾ നോക്കുക. ഗാലക്സി അതിതീവ്രമായ വേഗതയിൽ സ്വയം കറങ്ങുന്നുണ്ട്. അതൊരു ഡിസ്ക് പോലെയാണ്. അവിടെയും ഈ കാര്യങ്ങൾ ആപ്ലിക്കബിൾ അല്ലേ? അതിൽ ധാരാളമായിട്ട് നക്ഷത്രങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ശക്തമായ വേഗതയിൽ കറങ്ങുന്നതനുസരിച്ച് ആ റിങ്ങിൽ അല്ലെങ്കിൽ ആ ഗാലക്സിയിൽ അടങ്ങിയിരിക്കുന്ന നക്ഷത്രങ്ങൾ അവിടെ നിന്ന് തെറിച്ചു പോകണം. അങ്ങനെ തെറിച്ചു പോകുന്നില്ലെങ്കിൽ അതിനൊക്കെ മതിയായ ഭാരമുണ്ടെന്നാണ് അർത്ഥമാക്കുന്നത്. ഗവേഷകർ അത് കൃത്യമായിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. ഗാലക്സികൾ എത്രമാത്രം വേഗതയിലാണ് കറങ്ങുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ആ കറക്കത്തിൽ അവിടെയുള്ള നക്ഷത്രങ്ങൾ അവിടെ നിന്ന് തെറിച്ചു പോകാതിരിക്കാനായിട്ട് അവിടെ അടങ്ങിയിരിക്കുന്ന സകല നക്ഷത്രങ്ങളുടെയും ബ്ലാക്ക് ഹോളുകളുടെയും ഭാരം എത്രമാത്രമാണെന്ന് അവർ കാൽക്കുലേറ്റ് ചെയ്തു നോക്കി. അങ്ങനെ നോക്കിയപ്പോഴാണ് വിചിത്രമായിട്ടുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലായത്. വളരെ നിസ്സാരമായിട്ടുള്ള മാസ് മാത്രമേ അവിടെയുള്ള സെലസ്റ്റിയൽ ബോഡികൾക്കുള്ളൂ ആ ഗാലക്സിയുടെ കറക്കത്തിൻ്റെ വേഗത വെച്ച് നോക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ അതൊക്കെ അവിടെ നിന്ന് പറന്നു പോകേണ്ടതല്ലേ? അതൊന്നും പറന്നു പോകുന്നില്ല. അതൊക്കെ അവിടെ പശ വെച്ച് ഒട്ടിച്ചതുപോലെ അവിടെ തന്നെ ഇരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കാം അത് പറന്നു പോകാത്തത്? ഗവേഷകർക്ക് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത, നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത, പ്രകാശവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കാത്ത എന്തോ ചില വസ്തുക്കളുണ്ട്. ചില വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ പോരാ, ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ആ വസ്തുക്കൾ തന്നെയാണ്. അതിന് നല്ല രീതിയിലുള്ള മാസ് ഉണ്ട്, അതായത് അതിന് ഭാരമുണ്ട്, അതായത് അത് മാറ്ററാണ്, അതിന് ഗ്രാവിറ്റി ഉണ്ട്. ആ ഗ്രാവിറ്റി കാരണം അവിടെയുള്ള നക്ഷത്രങ്ങളൊന്നും തെറിച്ചു പോകുന്നില്ല. രണ്ടാമത്തെ തെളിവ് പറയാനായിട്ടും ഞാനൊരു ഉദാഹരണം എടുക്കാം. ഒരു വ്യക്തി ഒരു ടെലസ്കോപ്പിലൂടെ വളരെ വിദൂരതയിലുള്ള ഒരു ഗാലക്സിയെ നോക്കിയാണെന്ന് കരുതുക. അപ്പോൾ അയാൾ കൃത്യമായിട്ട് ആ ഗാലക്സിയെ കാണുന്നുണ്ട്, അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നു, അവിടെ എത്രമാത്രം നക്ഷത്രങ്ങളുണ്ട്, ഏത് ടൈപ്പിലുള്ള നക്ഷത്രങ്ങളാണ്, അതിൻ്റെ നിറങ്ങൾ എന്താണ്, ആ നിറത്തിൻ്റെ പ്രത്യേകത എന്താണ്, അതൊക്കെ അദ്ദേഹം മനസ്സിലാക്കി. ആ ടെലസ്കോപ്പ് അല്പം ഒന്ന് നീക്കിയപ്പോൾ അദ്ദേഹത്തിന് അതേപോലെ തന്നെയുള്ള ഒരു ഗാലക്സിയെ കൂടി കാണാൻ സാധിച്ചു. അദ്ദേഹം 2 ഗാലക്സിയെ മാറി മാറി പരിശോധിച്ചു. രണ്ടിൻ്റെയും ചിത്രങ്ങളെടുത്ത് അത് അദ്ദേഹം ഇമേജ് പ്രോസസ്സിങ്ങിലൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. രണ്ടും ഫോട്ടോ കോപ്പി എടുത്തതുപോലെ ഒരേപോലത്തെ ഗാലക്സി, ഒരേപോലുള്ള ഒരേ എണ്ണം നക്ഷത്രങ്ങളുള്ള, ഒരേ ടൈപ്പ് നക്ഷത്രങ്ങളുള്ള, ഒരേ സ്ഥാനത്ത് തന്നെ ആ നക്ഷത്രങ്ങൾ അടങ്ങിയിരിക്കുന്ന ഗാലക്സികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ഗാലക്സി ഉണ്ടാവുകയില്ല. അതിൽ നിന്നും ആ ഒരു ആസ്ട്രോണമർ മനസ്സിലാക്കിയെടുത്തത് അത് ഒരൊറ്റ ഗാലക്സിയാണ്, പക്ഷേ അതിനെ നമുക്ക് 2 പൊസിഷനുകളിലായിട്ട് കാണാൻ സാധിക്കുന്നു എന്ന് മാത്രം. അതെന്താണ് അങ്ങനെ കാണാൻ സാധിക്കുന്നത്? താൻ എന്ത് മണ്ടത്തരമാണ് പറയുന്നതെന്നൊക്കെ ആയിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുക. പലരും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടും ഉണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെ രേഖപ്പെടുത്തുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു പ്രോപ്പർട്ടി കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പ്രകാശത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി. പ്രകാശത്തിന് വളയാൻ സാധിക്കും. അതും മണ്ടത്തരമാണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. പക്ഷേ ഇത് എക്സ്പെരിമെൻറ്റിലൂടെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഭൂമിയിൽ പ്രകാശത്തെ ഒരു ടോർച്ച് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ആ പ്രകാശം വളഞ്ഞു പോകുന്നതായിട്ടൊന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പക്ഷേ
ഒരു യൂണിവേഴ്സിൻ്റെ സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ പ്രകാശം വളഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രകാശത്തെ വളയ്ക്കുന്നത് ഗ്രാവിറ്റി അല്ലെങ്കിൽ വസ്തുക്കളുടെ പദാർത്ഥങ്ങളുടെ ശക്തമായിട്ടുള്ള മാസാണ്. ഇവിടെയുള്ള സകല സെലസ്റ്റിയൽ ബോഡികളും വലിച്ചു കെട്ടിയ ഒരു തുണിയുടെ മുകളിലാണ് നിൽക്കുന്നതെന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. ആ തുണി സമയവും സ്പേസും പരസ്പരം തുന്നി ഉണ്ടാക്കിയിട്ടുള്ള തുണിയാണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഭാരക്കൂടുതലുള്ള വസ്തുക്കൾ അവിടെ ഒരു ഗർത്തം ഉണ്ടാക്കുന്നതാണ്. ഈ വലിച്ചു കെട്ടിയ തുണിയിലൂടെ നമ്മൾ വരയ്ക്കുന്ന ഒരു വര, ആ വരയാണ് പ്രകാശമെന്ന് കൽപ്പിക്കുക. ആ വര നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് വരയ്ക്കുന്നത്. സംശയമുണ്ടെങ്കിൽ നമുക്കൊരു സ്കെയിൽ വെച്ച് തന്നെ നമുക്ക് ഉപയോഗിച്ചത് വരയ്ക്കാം. പക്ഷേ ഈ തുണി വളഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചാലും ആ ലൈൻ വളഞ്ഞായിരിക്കും പോകുന്നത്. തുണി എവിടെയൊക്കെ വളയുന്നുണ്ടോ അവിടെയൊക്കെ ഈ സ്ട്രെയിറ്റ് ലൈൻ വളഞ്ഞു പോകും. പ്രകാശം അതുപോലെ തന്നെയാണ്. നമ്മൾ മനുഷ്യരുടെ ശരീരത്തിനടുത്തൂടെ കടന്നു പോയാലും പ്രകാശം വളയും. കാരണം മനുഷ്യർക്ക് മാസുണ്ട്. പക്ഷേ അതൊരിക്കലും നമുക്ക് തിരിച്ചറിയാൻ പോലും സാധിക്കുകയില്ല. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു വളവ് മാത്രമേ അതുണ്ടാക്കുകയുള്ളൂ. ഇത് മനസ്സിലാക്കാൻ ഒരു മാർഗമുണ്ട്. ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ. നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രത്തെ കാണാനുള്ള കാരണം നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശം നമ്മുടെ കണ്ണിൽ വന്ന് തട്ടുന്നത് കൊണ്ടാണ്. നമ്മൾ എങ്ങോട്ട് നോക്കുമ്പോഴാണ് ആ പ്രകാശം വന്ന് തട്ടുന്നത്, ആ ഭാഗത്ത് നക്ഷത്രം നിൽക്കുന്നതായിട്ടായിരിക്കും നമുക്ക് തോന്നുക. അവിടെ തന്നെയാണ് നക്ഷത്രം ഉള്ളത്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ വളരെയധികം ഭാരമുള്ള ഒരു സെലസ്റ്റിയൽ ബോഡി വരികയാണെങ്കിലോ, ഒരു മനുഷ്യനോ ഒരു കോമറ്റോ ഒക്കെ വന്നതുകൊണ്ടൊരു കാര്യവുമില്ല. കാരണം പ്രകാശം വളരെ നിസ്സാരമായ രീതിയിൽ മാത്രമേ വളയുകയുള്ളൂ. നമുക്കത് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. പക്ഷേ നമ്മുടെ സൂര്യൻ അതിൻ്റെ അരികിലൂടെ കടന്നു പോയാലോ, സൂര്യൻ അതിൻ്റെ അരികിലൂടെ കടന്നു പോകുമ്പോഴുള്ള അതിൻ്റെ പൊസിഷനും സൂര്യൻ കടന്നു പോകാത്തപ്പോഴുള്ള അതിൻ്റെ പൊസിഷനും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും എത്രമാത്രം ആ പ്രകാശം വളഞ്ഞു എന്ന്. പ്രകാശം വളഞ്ഞോ ഇല്ലയോ എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ സൂര്യനുള്ള സമയത്ത് ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു നക്ഷത്രത്തെയും കാണാൻ സാധിക്കുകയില്ല. കാരണം സൂര്യൻ്റെ ശക്തമായിട്ടുള്ള പ്രകാശം. പക്ഷേ ഒരു തവണ നമുക്ക് നക്ഷത്രത്തെ കാണാൻ സാധിക്കും. വളരെ വിരളമായി മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസം നടക്കുമ്പോൾ, സൂര്യഗ്രഹണം നടക്കുന്ന സമയത്ത്, ആ സമയത്ത് ചന്ദ്രൻ്റെ സാന്നിധ്യം കാരണം ഇവിടെ മുഴുവനും ഇരുട്ട് വ്യാപിക്കുന്നതാണ്. പട്ടാപ്പകൽ ഇരുട്ട് വ്യാപിക്കും. സൂര്യൻ അവിടെ ഉണ്ട്. ആ സമയത്ത് നമുക്ക് ആകാശത്ത് നക്ഷത്രത്തെ കാണാൻ സാധിക്കും. സൂര്യൻ്റെ അരികിലുള്ള നക്ഷത്രത്തെ കാണാൻ സാധിക്കും. അപ്പോഴുള്ള നക്ഷത്രത്തിൻ്റെ പൊസിഷൻ നമുക്ക് അളന്ന് കുറിച്ചെടുക്കാൻ സാധിക്കും. അതിൻ്റെ ചിത്രം നമുക്ക് എടുക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ആ നക്ഷത്രത്തിൻ്റെ സ്ഥാനം എവിടെ ആയിരുന്നു എന്നും നമുക്ക് കണക്ക് കൂട്ടി എടുക്കാൻ സാധിക്കുന്നതാണ്. അത് നമ്മൾ ശാസ്ത്രീയമായിട്ട് തന്നെ കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. ഏതൊരു തീയതി എടുത്താലും ആ തീയതിയിലുള്ള നക്ഷത്രങ്ങളുടെ സ്ഥാനം എവിടെയാണെന്ന് നമുക്ക് മെഷർ ചെയ്ത് പറയാൻ സാധിക്കും. ഈ കാൽക്കുലേഷൻ വെച്ച് സൂര്യഗ്രഹണം നടന്ന സമയത്തെ ആ ചിത്രവുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ നക്ഷത്രത്തിൻ്റെ സ്ഥാനത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ എന്ന് മനസ്സിലാക്കാം. സംഭവിച്ചിട്ടുണ്ട്. പല തവണ നമ്മളത് ചിത്രങ്ങളുടെ രൂപത്തിൽ പകർത്തിയെടുത്ത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു തിയറി ആയിരുന്നു. അത് സത്യമാണെന്ന്, പ്രാക്ടിക്കലാണെന്ന് നമ്മൾ തെളിയിക്കുകയും ചെയ്തു. പ്രകാശം വളയും. ഇനി നമുക്ക് ഈ ഒരു പ്രതിഭാസത്തിലേക്ക് വരാം. എങ്ങനെയാണ് ആ ആസ്ട്രോണമറിന് 2 സ്ഥലങ്ങളിൽ ഒരേ ഗാലക്സിയെ കാണാൻ സാധിച്ചത്? അങ്ങ് ദൂരെയുള്ള ഗാലക്സി, ആ ഗാലക്സിയിൽ നിന്ന് വരുന്ന പ്രകാശം അത് ഒരൊറ്റ സോഴ്സ് ഓഫ് പ്രകാശമല്ല. ഒറ്റ സോഴ്സിൽ നിന്നല്ല വരുന്നത്. ആ ഗാലക്സിയിൽ നിരവധി നക്ഷത്രങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും വ്യത്യസ്തമായിട്ടുള്ള റേ ഓഫ് ലൈറ്റുകൾ നമ്മുടെ കണ്ണിലേക്ക് വരും. ആ ഗാലക്സിയുടെ വലിപ്പം എന്ന് പറയുന്നത് 1,00,000 പ്രകാശം വർഷമോ അല്ലെങ്കിൽ 2,00,000 പ്രകാശം വർഷമോ ഒക്കെ ആയിരിക്കും. 1,00,000 പ്രകാശ വർഷം എന്ന് പറയുന്നത് 1,00,000 പ്രകാശം യാത്ര ചെയ്യുന്ന അത്രയും ദൂരമാണ്. ഒരു സെക്കൻഡിൽ തന്നെ 3,00,000 കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം ദൂരമാണ് ഒരു ഗാലക്സിയുടെ ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഉള്ളതെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അതിൻ്റെ 2 അറ്റത്തു നിന്ന് വരുന്ന പ്രകാശം, ആ പ്രകാശം സാധാരണഗതിയിൽ നമ്മുടെ കണ്ണിലേക്ക് ഒരൊറ്റ പോയിന്റ് ആയിട്ട് തന്നെ എത്തിച്ചേരേണ്ടതാണ്. കാരണം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അതിനെ ഒരു ചെറിയ ബിന്ദുവായിട്ടോ ചെറിയ പാച്ച് ആയിട്ടോ ഒക്കെ കാണാൻ സാധിക്കുകയുള്ളൂ. കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് ആകെ ആൻഡ്രോമീഡ എന്ന ഗാലക്സിയെ കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ടെലസ്കോപ്പ് ഉപയോഗിച്ചാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ഗാലക്സികളെ കാണാൻ സാധിക്കും. ആ ഗാലക്സിക്കും നമുക്കും ഇടയിൽ വലിയ ഡാർക്ക് മാറ്ററിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിലോ? ഡാർക്ക് മാറ്ററിന് മാസുണ്ട്, ഭാരമുണ്ട്. നമ്മൾ ആദ്യത്തെ എക്സാമ്പിളിൽ അത് പറഞ്ഞതാണ്. ഭാരമുള്ളത് കൊണ്ടാണ് നക്ഷത്രങ്ങൾ അവിടെ നിന്നും തെറിച്ചു പോകാതെ അതിനോട് ചേർന്ന് അതിനോട് ഒട്ടി അവിടെ നിൽക്കുന്നത്. ഭാരമുണ്ട്, അതായത് അതിനവിടെ ഗ്രാവിറ്റി ഉണ്ട്. ആ ഭാരം കാരണം, മാസ് കാരണം ആ സ്പേസ് ടൈമിൽ
ഒരു വളവ് അല്ലെങ്കിൽ ഒരു കർവേച്ചർ അല്ലെങ്കിൽ ആ തുണിയിൽ ഒരു വളവ് അത് സൃഷ്ടിക്കുന്നുണ്ട്. ആ വളവ് കാരണം പ്രകാശം അവിടെ നിന്നും വളഞ്ഞാണ് നമ്മുടെ കണ്ണിലേക്ക് പോകുന്നത്. അങ്ങേ അറ്റത്തുള്ള ഗാലക്സിയിൽ നിന്നും വരുന്ന 2 ലൈറ്റുകൾ ആ ഡാർക്ക് മാറ്ററിനെ ചുറ്റി 2 വഴികളിലൂടെ സഞ്ചരിച്ച് നമ്മളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ആ അതേ ഗാലക്സിയെ തന്നെ കാണാൻ സാധിക്കും. അതിൻ്റെ കാരണം ഡാർക്ക് മാറ്റർ അല്ലാതെ മറ്റൊന്നും കണ്ടെത്താൻ നമുക്ക് സാധ്യമായിട്ടുമില്ല. ഇതുമാത്രമല്ല, വേറെയും എവിഡൻസ് ഉണ്ട്. 372 കോടി വർഷങ്ങൾക്ക് മുൻപ് ഒരു വലിയ കൂട്ടിയിടി സംഭവിച്ചിരുന്നു. 2 ഗാലക്റ്റിക് ക്ലസ്റ്ററുകൾ തമ്മിൽ പരസ്പരം കൂട്ടിയിടിച്ചു. 2 ഗാലക്സികൾ തമ്മിലല്ല, 2 ഗാലക്റ്റിക് ക്ലസ്റ്ററുകൾ തമ്മിൽ. ഗാലക്റ്റിക് ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ കുറേയധികം ഗാലക്സികളുടെ ഒരു സാന്നിധ്യമാണ്. അങ്ങനെ 2 വ്യത്യസ്തമായിട്ടുള്ള ഗാലക്റ്റിക് ക്ലസ്റ്ററുകൾ പരസ്പരം കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു എക്സ്പ്ലോഷനാണ്, വലിയൊരു സ്ഫോടനമായിരിക്കും അവിടെ സംഭവിക്കുക. അതിലുള്ള നിരവധി നക്ഷത്രങ്ങൾ പരസ്പരം കൂട്ടിയിടിക്കുന്നതാണ്, അതിലുള്ള ബ്ലാക്ക് ഹോളുകൾ കൂട്ടിയിടിക്കുന്നതാണ്. വളരെ വിചിത്രമായിട്ടുള്ളൊരു പ്രതിഭാസമാണ്. 372 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് നടന്നത്. അതുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. നമുക്കത് കാണാൻ സാധിക്കും. കാരണം ഈ ഒരു ഭാഗം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് നമ്മളിൽ നിന്നും 372 കോടി പ്രകാശ വർഷങ്ങൾ അകലെയാണ്. ബുള്ളറ്റ് ക്ലസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്ന ആ സ്ഫോടനം അത് നമ്മളിൽ നിന്നും 372 കോടി പ്രകാശ വർഷങ്ങൾ അകലെ നിന്നാണ്. അതായത് 372 കോടി വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച പ്രതിഭാസം നമ്മുടെ മുൻപിൽ ഇപ്പോൾ കാണാൻ സാധിക്കും. അത് നമുക്ക് ഒരു വലിയ പഠനത്തിന് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. അവിടെ ഡാർക്ക് മാറ്ററിൻ്റെ ഒരു വലിയ സാന്നിധ്യം നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ഡാർക്ക് മാറ്റർ നമുക്ക് കാണാൻ സാധിക്കുകയില്ല, അസാധ്യമായ കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു കൂട്ടായ്മ അവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഒരു ഗാലക്സിയിലുള്ള ഡാർക്ക് മാറ്റർ അത് വളരെ കൂടുതലാണ്, അതിന് തന്നെ പ്രകാശത്തെ വളയ്ക്കാൻ സാധിക്കും. ഗാലക്റ്റിക് ക്ലസ്റ്റർ ആണെങ്കിലോ അത് ഒരുപാട് ഗാലക്സികളുടെ കൂട്ടായ്മയാണ്. അവിടെ ഒരുപാട് ഡാർക്ക് മാറ്റർ ഉണ്ട്, പ്രകാശത്തെ ഒരുപാട് വളയ്ക്കാൻ സാധിക്കും. അപ്പോൾ 2 ഗാലക്റ്റിക് ക്ലസ്റ്ററുകൾ പരസ്പരം കൂട്ടിയിടിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിലോ അവിടെയുള്ള ഡാർക്ക് മാറ്ററിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് വലിയൊരു സാന്നിധ്യമാണ്. അപ്പോൾ അത് കാരണം അവിടെ സൃഷ്ടിക്കപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ലെൻസിങ് എന്ന പ്രതിഭാസം, ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ പ്രതിഭാസമാണ് ഗ്രാവിറ്റേഷണൽ ലെൻസിങ്. ആ പ്രതിഭാസം അത് അതിഭീകരമായിരിക്കും. അത് വ്യക്തമായിട്ട് ഗവേഷകർക്ക് മനസ്സിലാക്കാൻ സാധ്യമായി. ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ വലിയൊരു കൂട്ടിയിടി സംഭവിച്ചിട്ടും ആ ഡാർക്ക് മാറ്ററിന് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ ചില ആക്ഷൻ മൂവികളൊക്കെ കാണുന്ന പോലുള്ള ഒരു സീനാണ്. അതായത് നായകൻ ഒരു വാഹനം ഓടിച്ചു വരികയാണ്. ആ വാഹനം ഓടിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിക്കുന്നു, വലിയ സ്ഫോടനം സംഭവിക്കുന്നു. നായകൻ ആ വാഹനത്തിൽ നിന്നും എടുത്ത് ചാടി ഒന്നും സംഭവിക്കാത്ത രീതിയിൽ നമ്മുടെ ഫ്രെയിമിൽ നമുക്ക് നേരെ നടന്നു വരുന്നു. പുറകിൽ വലിയ സ്ഫോടനം സംഭവിക്കുന്നു. നായകൻ വളരെ സ്ലോ മോഷനിൽ നമുക്ക് നേരെ വരികയാണ്. അതുപോലെ തന്നെയാണ് ഡാർക്ക് മാറ്ററും. ഡാർക്ക് മാറ്ററിന് ഒരു കൂസലും ഇല്ല. അവിടെ ഡാർക്ക് മാറ്ററിന് ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അവിടെയുള്ള നക്ഷത്രങ്ങളും ബ്ലാക്ക് ഹോളുകളും ഒക്കെ പരസ്പരം കൂട്ടിയിടിച്ച് വലിയ സ്ഫോടനമായിട്ട് മാറി. ആ സ്ഫോടനം നമുക്ക് കാണാൻ സാധിക്കും. ഡാർക്ക് മാറ്റർ അത് ഇൻട്രാക്ട് ചെയ്യുന്നേ ഇല്ല. അത് ഒരു നോർമൽ മാറ്ററുമായിട്ടും ഇൻറ്ററാക്ട് ചെയ്യുന്നില്ല, അതുപോലെ ഡാർക്ക് മാറ്ററുമായിട്ടും ഇൻട്രാക്ട് ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞു മാറ്റർ ഈ ഡാർക്ക് മാറ്ററുമായിട്ട് ഒരിക്കലും ഇൻട്രാക്ട് ചെയ്യുകയില്ല എന്ന്. അത് മാത്രമല്ല, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡാർക്ക് മാറ്ററിന് ഡാർക്ക് മാറ്ററുമായിട്ടും ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കുകയില്ല. ഡാർക്ക് മാറ്ററുകൾ പരസ്പരം കൂടിച്ചേർന്ന് പരസ്പരം കൂട്ടിമുട്ടാതെ തന്നെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഒരു മലയാള സിനിമയുണ്ട്. അപ്പോൾ അതിനകത്ത് ജയറാം ഒരു പ്രേതമായിട്ടൊരു ഗോസ്റ്റ് ആയിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചത്തൂടെ ഒരു കാറ് പോയാലും അദ്ദേഹത്തിനൊന്നും സംഭവിക്കുകയില്ല, അദ്ദേഹം പ്രേതമാണ്. അതുപോലെ തന്നെ ഡാർക്ക് മാറ്റർ ഒന്നും സംഭവിക്കുന്നില്ല. അതിലേക്ക് നക്ഷത്രങ്ങൾ കടന്നു വന്നാലും ഡാർക്ക് മാറ്റർ തന്നെ കടന്നു വന്നാലും അതിനൊന്നും സംഭവിക്കുന്നില്ല. അതൊരു സൂപ്പർ ഹീറോ ആയിട്ട് തന്നെ അവിടെ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ പറയുന്ന ഈ ഒരു സിറ്റുവേഷനിൽ പോലും ഡാർക്ക് മാറ്റർ നമ്മുടെ തൊട്ടരികിലൂടെ കടന്നു പോകുന്നുണ്ടാകും. നിങ്ങളുടെ ഫോണിനിടയിലൂടെ അത് കടന്നു പോകുന്നുണ്ടായിരിക്കും. നിങ്ങൾ നിൽക്കുന്ന ഭാഗത്തെല്ലാം ഡാർക്ക് മാറ്റർ ഉണ്ടായിരിക്കാം. എല്ലായിടത്തും സകല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ചും മാറ്ററുകളുള്ള സകല സ്ഥലങ്ങളിലും ഈ ഡാർക്ക് മാറ്റർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ നക്ഷത്രമായ സൂര്യൻ ഇവിടെ നിന്നും പറന്നു പോകാത്തത്, തെറിച്ചു പോകാത്തത്. ഇവിടെയുള്ള നക്ഷത്രങ്ങളൊന്നും ഈ ഗാലക്സിയിൽ നിന്നും തെറിച്ചു പോകാത്തത് ആ നക്ഷത്രങ്ങളോടൊപ്പം തന്നെ വലിയ അളവിലുള്ള ഡാർക്ക് മാറ്റർ ഉള്ളത് കൊണ്ടാണ്. ഈ ഡാർക്ക് മാറ്റർ എന്തുകൊണ്ടാണ് നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാത്തത്? നമ്മുടെ ഉള്ളിലൂടെ ഇങ്ങനെ കടന്നു പോകാനുള്ള കാരണം എന്താണ്?
നമ്മളുള്ള ഒരു ആറ്റത്തെയും സ്പർശിക്കാതെ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള മാറ്റം പോലും വരുത്താതെ അത് കടന്നു പോകാനുള്ള കാരണം എന്താണ്? അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ സാധാരണ മാറ്റർ, റെഗുലർ മാറ്റർ, നോർമൽ മാറ്റർ എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം. നിങ്ങൾ കയ്യിലിരിക്കുന്ന ഫോണിൽ ഇപ്പോൾ പിടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഫോണിനെ പിടിക്കാൻ സാധ്യമാകുന്നത്? ആ ഫോണിൻ്റെ ഉള്ളിലൂടെ നിങ്ങളുടെ കൈ കടന്നു പോകാത്തത് എന്താണ്? ജയറാം എന്ന ആ ഗോസ്റ്റിൻ്റെ ഉള്ളിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ള മനുഷ്യർ കടന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? ഗോസ്റ്റ് അല്ലാത്ത മുകേഷിൻ്റെ ശരീരത്തിലൂടെ അങ്ങനെ കടന്നു പോകാത്തത് എന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഫണ്ടമെൻ്റലായിട്ടുള്ള 4 ഫോഴ്സുകളെ കുറിച്ച് പഠിക്കണം. ആദ്യം പഠിക്കേണ്ടത് ഗ്രാവിറ്റി എന്ന് പറയുന്ന ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു ഫോഴ്സ്. അതായത് പ്രപഞ്ചത്തിൽ കാണുന്ന സകല ഫോഴ്സുകളെയും നമുക്ക് 4 ഫോഴ്സുകളായിട്ട് തരംതിരിക്കാം. നമ്മുടെ നിലവിലുള്ള അറിവനുസരിച്ച് 4 ഫോഴ്സുകളായിട്ട് തരംതിരിക്കാം. ഒരു 500 വർഷമൊക്കെ കഴിഞ്ഞ് പിന്നിലേക്ക് നോക്കുമ്പോൾ അന്നുള്ള ഒരു വ്യക്തി ഈ വീഡിയോ കാണുകയാണെങ്കിൽ നമ്മളെ കളിയാക്കി ചിരിക്കും. ഒരു പക്ഷേ 4-ലധികം ഫോഴ്സുകളെ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന 4 ഫോഴ്സുകളും ശരിക്കും വ്യത്യസ്തമായിട്ടുള്ള നിരവധി ഫോഴ്സുകളുടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കാം. പക്ഷേ നമ്മളുടെ പഠനങ്ങൾ അനുസരിച്ച്, നിലവിലുള്ള റിസർച്ചുകൾ അനുസരിച്ച് 4 ഫോഴ്സുകളാണ്. അതിൽ ഒരു ഫോഴ്സ് ഗ്രാവിറ്റി. ഈ കൂട്ടത്തിൽ ഏറ്റവും ദുർബലമായിട്ടുള്ള ഫോഴ്സാണ് ഗ്രാവിറ്റി. ഗ്രാവിറ്റി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്താണെന്ന് നിങ്ങൾക്ക് അറിയുകയില്ലെങ്കിൽ നിങ്ങൾ മുകളിലേക്കൊന്ന് ചാടുക. നിങ്ങൾ നിലത്തേക്ക് തന്നെ ഒന്ന് പതിക്കും, മുകളിലേക്ക് അങ്ങ് പോകത്തില്ല. അതിൻ്റെ കാരണം ഭൂമിയുടെ ഗ്രാവിറ്റിയാണ്. മാസുള്ള പദാർത്ഥങ്ങൾ പരസ്പരം അട്രാക്റ്റ് ചെയ്യുന്നു. ആ അട്രാക്റ്റ് ചെയ്യുന്ന ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. മറ്റൊന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് നിങ്ങൾ പേര് ഒരുപാട് തവണ കേട്ടിട്ടുണ്ടായിരിക്കും. വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഫോണിൽ തൊടുക. ആ ഫോണിൽ തൊടുമ്പോൾ നിങ്ങളുടെ കൈ, നിങ്ങളുടെ വിരൽ ആ ഫോണിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നില്ല. അതിൻ്റെ ആ സ്ക്രീനിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ മെറ്റൽ ബോഡിയിൽ മാത്രമേ സ്പർശിക്കുന്നുള്ളൂ. ഞാനിപ്പോൾ ഈ കസേരയിൽ ഇരിക്കുകയാണ്. ആ കസേരയെ കിഴിച്ച് അതിൻ്റെ ഉള്ളിലൂടെ ഞാൻ അടിയിലേക്ക് പോകുന്നില്ല, ഞാൻ നിലത്തേക്ക് വീഴുന്നില്ല. കാരണം അതിൽ കൂട്ടിമുട്ടി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് അത് കൂട്ടിമുട്ടി നിൽക്കുന്നത്? അതിൻ്റെ പിന്നിലുള്ള കാരണം ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സാണ്, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിസമാണ്. ഓരോ പദാർത്ഥങ്ങളും ആറ്റങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓരോ വസ്തുക്കളും ആറ്റങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചതാണ്. ആറ്റങ്ങൾ കൂടിച്ചേർന്ന്, വ്യത്യസ്തമായിട്ടുള്ള ആറ്റങ്ങൾ കൂടിച്ചേർന്ന് മോളിക്യൂൾസ് ആയിട്ട് മാറും. അങ്ങനെ ആ മോളിക്യൂൾസ് കൂടിച്ചേരുമ്പോൾ അവിടെ ഒരു ബോണ്ട് അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൾഷൻ സൃഷ്ടിക്കപ്പെടുകയാണ്. അതിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ബോണ്ട് എന്ന് പറയുന്നത്. നമ്മളുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ ഇത്തരത്തിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ബോണ്ട് ഉണ്ട്. നമ്മുടെ വിരലിലും നമ്മുടെ വിരലിൻ്റെ അറ്റത്തും അത്തരത്തിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ബോണ്ട് ഉണ്ട്. നമ്മുടെ വിരലിൽ അടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസ് അല്ല ഫോണിൽ അടങ്ങിയിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ഈ വിരൽ കൊണ്ട് നമ്മുടെ മൊബൈലിൽ തൊടുകയാണെങ്കിൽ അവിടെയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ബോണ്ടും നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ബോണ്ടും കൂടി പ്രവർത്തിച്ച് അവിടെ ഒരു റിപ്പൾഷൻ സംഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മോളിക്യൂൾസിന് ആ മോളിക്യൂൾസിലേക്ക് തുളച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകാൻ സാധിക്കുന്നതല്ല. അതിനെ അവിടെ തടഞ്ഞ് നിർത്തുകയാണ് ചെയ്യുന്നത്. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഫിനോമിനയാണ് ഇലക്ട്രോ മാഗ്നറ്റിസം. ഇതാണ് രണ്ടാമത്തെ ഫോഴ്സ്. ഈ രണ്ടാമത്തെ ഫോഴ്സ് തന്നെയാണ് നമ്മൾ കാണുന്ന പ്രകാശത്തിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രകാശത്തെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ഫോഴ്സ് നോക്കാം. അത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. അത് ഏതാണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് പോലൊക്കെ തന്നെയാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പോലൊക്കെ തന്നെയാണ്. പക്ഷേ വളരെ 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 വീക്കായിട്ടുള്ള ഒരു ഫോഴ്സാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അതുകൊണ്ട് തന്നെയാണ് ആ പേരിൽ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഞാൻ വീഡിയോയുടെ ആദ്യ ഘട്ടത്തിൽ അപ്പ് കോർക്കും ഡൗൺ കോർക്കും ഇലക്ട്രോണും അല്ലാതെ വേറെയും ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പാർട്ടിക്കിൾ ന്യൂട്രീനോ എന്നാണ് ആ പാർട്ടിക്കിളിൻ്റെ പേര്. നമ്മൾ ഗോസ്റ്റ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ പ്രേത കണമെന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. അതിനൊരു കാരണമുണ്ട്. ഈ ആയുർരേഖയിലെ സിനിമയിലെ ജയറാം എന്ന കഥാപാത്രത്തെ പോലെ തന്നെയാണ് അതിന് നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകാൻ സാധിക്കും. നമ്മളുടെ ശരീരത്തിലുള്ള ഒരു ആറ്റത്തെയും സ്പർശിക്കാതെ കടന്നു പോകാൻ സാധിക്കും. അപ്പോൾ അതല്ലേ ഡാർക്ക് മാറ്റർ എന്ന് നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. ചിന്തിക്കാൻ വരട്ടെ. അത് വീക്ക്ലി ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അത്തരത്തിലുള്ള വലിയ ഒരു ബ്ലോക്കുകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ ബ്ലോക്കിൻ്റെ ഉള്ളിലൂടെ, ഉദാഹരണത്തിന് ഒരു ലെഡിൻ്റെയൊക്കെ ഒരു വലിയ ബ്ലോക്ക് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൂടെ ന്യൂട്രിനോ കടന്നു പോയി കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിൽ അവിടെയുള്ള ആറ്റവുമായിട്ട് അത് ഇൻട്രാക്ട് ചെയ്യുന്നതാണ്. അത് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ന്യൂട്രിനോയെ നമ്മൾ കണ്ടെത്തുന്നത്. ഡാർക്ക് മാറ്ററിന് അങ്ങനെ കൂട്ടിമുട്ടാൻ സാധിക്കുന്നതല്ല. അപ്പോൾ
മൂന്നാമത് ഞാൻ പറഞ്ഞ ഫോഴ്സ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് പോലെ തന്നെയാണ്, പക്ഷേ വളരെ വളരെ വീക്കാണ്. ന്യൂട്രീനോ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. നാലാമത്തെ ഫോഴ്സ് അത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ വളരെയധികം സ്ട്രോങ് ആണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപോലെയുള്ള ചാർജുകൾ പരസ്പരം അകന്നു പോകും അല്ലെങ്കിൽ റിപ്പൽ ചെയ്യും. ഓപ്പോസിറ്റ് ചാർജുകൾ പരസ്പരം അട്രാക്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഒരു പുരുഷനും ഒരു സ്ത്രീയും കണ്ടു കഴിഞ്ഞാൽ പരസ്പരം അവർ അട്രാക്റ്റഡ് ആകും, കാരണം അവർ ഓപ്പോസിറ്റ് ചാർജ് ആണെന്ന് നമ്മൾ പറയാറുണ്ട്. അത് ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു തിങ്കിങ് ആണ്. പക്ഷേ ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ അത് അവിടെ ആപ്ലിക്കബിൾ അല്ല. നമ്മുടെ പ്രോട്ടോൺ, പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളെ പരസ്പരം ചേർത്ത് വെക്കാൻ സാധിക്കുകയില്ല, കാരണം അത് അവിടെ നിന്ന് റിപ്പൽ ചെയ്ത് അകന്നു പോകുന്നതാണ്. പക്ഷേ ഈ ഒരു സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് കാരണം ഒരേ ചാർജുള്ള പാർട്ടിക്കിൾസിനെ നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കും. ആറ്റത്തിൻ്റെ മധ്യഭാഗത്തുള്ള ന്യൂക്ലിയസിൽ സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, ഒരേ ചാർജുള്ള പ്രോട്ടോണുകൾക്ക് എങ്ങനെയാണ് ഒന്നിച്ചു നിൽക്കാൻ സാധിക്കുക? നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുള്ള കാര്യമാണ്, അങ്ങനെയുള്ള ചാർജുകൾ പരസ്പരം അകന്നു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ പ്രോട്ടോണുകൾ അകന്നു പോകുന്നില്ലല്ലോ, അതെല്ലാം ഒന്നിച്ച് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനെ ഒന്നിച്ച് നിർത്തുന്നത് ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. പക്ഷേ ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് അത്രയധികം ചെറിയൊരു സ്പേസിൽ മാത്രമേ ആപ്ലിക്കബിൾ ആവുകയുള്ളൂ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, പക്ഷേ അതൊരു ചെറിയ സ്പേസിൽ, ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ മാത്രമേ അത് ബാധകമാവുകയുള്ളൂ. ഇപ്പോൾ 4 ഫോഴ്സുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഈ 4 ഫോഴ്സുകളിലൂടെയാണ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത്. ഇനി ഡാർക്ക് മാറ്ററിലേക്ക് നമുക്ക് വരാം. ഡാർക്ക് മാറ്റർ എന്തുകൊണ്ടാണ് ഇൻട്രാക്ട് ചെയ്യാത്തതെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ 4 ഫോഴ്സുകൾ തന്നെ ഉപയോഗിച്ചിട്ട് പരിശോധിക്കാം. ആദ്യത്തേത് ഗ്രാവിറ്റി. ഗ്രാവിറ്റി ആയിട്ട് അത് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അതിന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബാധകമാണ്, കാരണം ഗ്രാവിറ്റിയിലൂടെയാണല്ലോ നമ്മൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ കണ്ടെത്തിയത്. അതിൻ്റെ ഗ്രാവിറ്റി കാരണമാണല്ലോ ഗാലക്സിയിൽ അടങ്ങിയിരിക്കുന്ന നക്ഷത്രങ്ങൾ അതിൽ നിന്നും തെറിച്ച് വെളിയിലേക്ക് പോകാത്തത്. പിന്നെ നമ്മൾ ഇതുവരെ നടത്തിയിട്ടുള്ള സകല എക്സ്പെരിമെൻറ്റുകളും പ്രൂവ് ചെയ്യുന്നത് ഡാർക്ക് മാറ്ററിന് ഗ്രാവിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതിന് മാസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ ഡാർക്ക് മാറ്റർ എന്ന് വിളിക്കുന്നത്. അതിന് ഡാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ അറിവില്ലായ്മയാണ്, നമുക്ക് എന്താണെന്ന് അറിയുകയില്ല. മാറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് മാറ്റർ ആയതുകൊണ്ടാണ്, കാരണം അതിന് മാസ് ഉണ്ട്, മാസ് ഉള്ള മാറ്ററാണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിസം. ഇതുവരെയുള്ള നമ്മളുടെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 3 ഫോഴ്സുകളും ഇവിടെ ഡാർക്ക് മാറ്ററിൽ ബാധകമല്ല. ഇത്തരത്തിൽ നിന്നും നമുക്ക് ഡാർക്ക് മാറ്ററിൻ്റെ ചില സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തത്, ഡാർക്ക് മാറ്ററിനെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല, കാരണം പ്രകാശവുമായിട്ട് അത് ഇൻട്രാക്ട് ചെയ്യുകയില്ല. ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നത് പ്രകാശം അതിൽ വന്ന് തട്ടി നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ആ വസ്തു തന്നെ പ്രകാശത്തെ നമ്മളിലേക്ക് അയക്കണം. അത് കാണുമ്പോഴാണ് അവിടെ ആ ഒരു വസ്തു ഉണ്ടെന്ന് അറിയുന്നത്. ഈ ഇലക്ട്രോമാഗ്നറ്റിസം അവിടെ ബാധകമല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതിനെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പിന്നെ മാസുള്ള സകല വസ്തുക്കളുടെയും കൂടെ വലിയ അളവിൽ തന്നെ ഒരു നിഴല് പോലെ ഈ ഡാർക്ക് മാറ്റർ എല്ലായ്പ്പോഴും ഉണ്ട്. മൂന്നാമത്തെ പോയിന്റ്, റെഗുലർ മാറ്ററിന് അല്ലെങ്കിൽ നോർമൽ മാറ്ററിന് ഒരിക്കലും ഈ ഡാർക്ക് മാറ്ററിനെ സ്പർശിക്കാൻ സാധിക്കുകയില്ല. നാലാമത്തെ പോയിന്റ്, ഡാർക്ക് മാറ്ററുകൾക്ക് പരസ്പരം ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കുകയില്ല. ഡാർക്ക് മാറ്ററുകൾ പരസ്പരം കൂട്ടിയിടിക്കുകയില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ എങ്ങനെ നമുക്ക് ഡാർക്ക് മാറ്ററിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ സാധിക്കും? അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഈ വസ്തുക്കളൊക്കെ ഉണ്ടായിരിക്കുന്നത്? മുമ്പ് തങ്കപ്പനും തങ്കമ്മയും ഒക്കെ കണ്ടെത്തിയതുപോലെ, അല്ലെങ്കിൽ നമ്മുടെ ഗവേഷകർ കണ്ടെത്തിയതുപോലെ, പീരിയോഡിക് ടേബിളിൽ കാണുന്ന 118 എലമെന്റുകൾ കൊണ്ടാണ് ഇവിടെയുള്ള 5% നോർമൽ മാറ്ററുകൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് ഡാർക്ക് മാറ്ററും അങ്ങനെ എന്തെങ്കിലും ഉള്ള എലമെന്റുകൾ കൊണ്ടായിരിക്കണമല്ലോ ഉണ്ടായിരിക്കുന്നത്. അതിനുള്ള ഒരു സാധ്യതയുണ്ട്. 5% വരുന്ന പാർട്ടിക്കിൾ, നോർമൽ മാറ്റർ, അത് 118 എലമെന്റുകൾ കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ 27% വരുന്ന ഡാർക്ക് മാറ്റർ അതിലധികം എലമെന്റുകൾ കൊണ്ടായിരിക്കണമല്ലോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നമ്മുടെ ഈ 118 എലമെന്റുകൾ ആയിരിക്കുകയില്ല. നമ്മളിതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത മറ്റെന്തോ അടിസ്ഥാനപരമായിട്ടുള്ള ബ്ലോക്കുകൾ കൊണ്ടായിരിക്കാം അത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ നോർമൽ മാറ്ററിനെ കുറിച്ച് പഠിക്കാനായിട്ട് നമുക്ക് കെമിസ്ട്രി ഉള്ളതുപോലെ ഡാർക്ക് മാറ്ററിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു ഡാർക്ക് കെമിസ്ട്രിയുടെ ആവശ്യമുണ്ടോ? ഒരു ഡാർക്ക് പീരിയോഡിക് ടേബിളിൻ്റെ ആവശ്യമുണ്ടോ? ഒരു ഡാർക്ക് ലൈഫ് തന്നെയാണോ ഈ ഡാർക്ക് മാറ്ററുകൾ സൃഷ്ടിക്കുന്നത്? എന്തായാലും നമ്മുടെ ഗവേഷകർ തന്നെ ചില പ്രൊപ്പോസൽസ് ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ ഒന്ന് വിംസ് ആണ്, വീക്ക്ലി ഇന്ററാക്റ്റീവ് മാസീവ് പാർട്ടിക്കിൾസ്. ഈ കാണുന്ന ഡാർക്ക് മാറ്ററൊക്കെ വിംസ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്
വിംസ് എന്നാണെന്നാണ് ഈ ഒരു തിയറിയിലൂടെ പറയുന്നത്. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് വളരെയധികം വീക്കായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന മാസുള്ള പാർട്ടിക്കിളാണ്. ഇത് ഇൻട്രാക്ട് ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത്, പക്ഷെ അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം. മറ്റൊരു സിമിലർ പ്രൊപ്പോസിഷനാണ് മാച്ചോസ്. മാച്ചോസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പലരും ചിലപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നത് മസ്കുലർ ആയിട്ടുള്ള ഒരു മാനിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ പലരും അത് കണ്ടിട്ട് കമൻറ്റ് ചെയ്യും, നിങ്ങളുടെ ഹോണസ്റ്റ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങൾ പറയുന്നതൊക്കെ തെറ്റാണെന്നൊക്കെ കമൻറ്റ് ചെയ്യുമായിരിക്കും. പക്ഷെ ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാച്ചോസിൻ്റെ ഞാൻ ഇവിടെ പറയുന്ന കണ്ടക്സ്റ്റിലുള്ള മീനിങ് കിട്ടും. മാസീവ് ആസ്ട്രോഫിസിക്കൽ കോമ്പാക്ട് ഹാലോ ഒബ്ജക്ട്സ് എന്നാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. ഈ ഒരു തിയറി അനുസരിച്ചും അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് അനുസരിച്ചും ഡാർക്ക് മാറ്റർ ഇൻട്രാക്ട് ചെയ്യും, പക്ഷേ വളരെ അധികം കുറഞ്ഞ അളവിൽ മാത്രമാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. അത് കണ്ടെത്തുക വളരെയധികം പ്രയാസമാണ്. നമ്മൾ ആദ്യം പറഞ്ഞ കോൺസെപ്റ്റൊക്കെ അനുസരിച്ച് ഇതൊന്നും ഇൻട്രാക്ട് ചെയ്യത്തില്ല, ആകെ ഗ്രാവിറ്റി മാത്രമാണ് അവിടെ ഇൻട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയിട്ടുള്ളത്. അതുപയോഗിച്ച് പഠനങ്ങൾ നടത്തുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട്. ബാക്കിയുള്ള ഫോഴ്സുകളുമായിട്ട് അത് ഇൻട്രാക്ട് ചെയ്യുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഈ രണ്ട് തിയറികൾ പ്രപ്പോസ് ചെയ്യുന്നത്? ഇതുകൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ കുറച്ച് ഇൻട്രാക്ട് ചെയ്യുമെന്ന് ഗവേഷകർ വിശ്വസിക്കാനുള്ള കാരണം എന്താണ്? അതൊരു പ്രതീക്ഷ മാത്രമാണ്. ആ ഒരു പ്രതീക്ഷയില്ലെങ്കിൽ ഡാർക്ക് മാറ്ററുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരു ഗവേഷണവും നടത്താൻ സാധിക്കുകയില്ല. ഇങ്ങനൊരു ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു അറിവ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാത്തമാറ്റിക്കൽ മോഡലുകളുടെ സഹായത്താൽ, ഇക്വേഷനുകളുടെ സഹായത്താൽ ഇങ്ങനെയുള്ള ചില പ്രൊപ്പോസിഷനുകൾ നടത്തി അതിൻ്റെ മേൽ എക്സ്പെരിമെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ എക്സ്പെരിമെൻറ്റുകളൊക്കെ നിലവിൽ പരാജയമായിട്ട് തന്നെയാണ് കടന്നു പോകുന്നത്. നമുക്ക് ഇതുവരെ ആയിട്ടും ഡാർക്ക് മാറ്ററിനെ കണ്ടെത്താൻ സാധ്യമായിട്ടില്ല. എന്തൊക്കെ എക്സ്പെരിമെൻറ്റുകളാണ് അവർ നടത്തുന്നത്? ഒരു എക്സ്പെരിമെൻറ്റിൽ ഒരു വലിയ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ വളരെയധികം തണുപ്പിച്ച, വളരെയധികം കംപ്രസ് ചെയ്തു വെച്ചിരിക്കുന്ന നോബിൾ ഗ്യാസിനെ നിറയ്ക്കുന്നു. നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും റൈറ്റ് സൈഡായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ഫാമിലിയാണ്. ആ നോബിൾ ഗ്യാസിനെയാണ് നമ്മൾ കണ്ടെയ്നറിൽ നിറയ്ക്കുന്നത്. ആ കണ്ടെയ്നറിൻ്റെ ഉള്ളിലൂടെ ഡാർക്ക് മാറ്റർ കടന്നു പോവുകയാണെങ്കിൽ ഈ നോബിൾ ഗ്യാസിൽ ആറ്റത്തെ എവിടെയെങ്കിലും വെച്ചൊന്ന് കൂട്ടിമുട്ടുകയാണെങ്കിൽ ഈ കണ്ടെയ്നറിന് ചുറ്റുമായിട്ട് വെച്ചിരിക്കുന്ന സെൻസറുകൾ അത് സെൻസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ സെൻസറുകൾ ആ സമയത്ത് ഒന്ന് കട്ട് ഓഫ് ആകുന്നതാണ്, ഒന്ന് ഓഫ് ആകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ കണ്ടെത്തലാണ്. ഡാർക്ക് മാറ്റർ നമ്മുടെ മാറ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിരിക്കുന്നു, നോർമൽ മാറ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിരിക്കുന്നു, ഡാർക്ക് മാറ്ററിനെ കണ്ടെത്തി എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഇതുവരെയായിട്ടും അത് കണ്ടെത്താൻ നമുക്ക് സാധ്യമായിട്ടില്ല. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, വളരെ ബൃഹത്തായിട്ടുള്ള കണ്ടെയ്നറുകൾ പുതുതായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഈ എക്സ്പെരിമെൻറ്റ് നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയായിട്ടും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ് പുതിയതായി ഒരു ഡാർക്ക് മാറ്ററിനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അതെന്ത് മണ്ടത്തരമാണ് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. ഡാർക്ക് മാറ്റർ എന്താണെന്നോ അത് എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും നമുക്കറിയാൻ സാധിച്ചിട്ടില്ല. അതൊന്നും അറിയാതെ എങ്ങനെയാണ് നമ്മൾ പുതിയതായിട്ടൊരു ഡാർക്ക് മാറ്ററിനെ ഉണ്ടാക്കുന്നത്? അതൊരു തിയറിയുടെ അടിസ്ഥാനത്തിലാണ്. സബാറ്റോമിക് പാർട്ടിക്കിളിനെ അതിശക്തമായ വേഗതയിൽ, പ്രത്യേകിച്ചും പ്രോട്ടോണിനെയും ഇലക്ട്രോണിനെയും ഒക്കെ അതിശക്തമായ വേഗതയിൽ പരസ്പരം കൂട്ടിയിടിപ്പിക്കുകയാണെങ്കിൽ, പാർട്ടിക്കിൾ കൊളൈഡറിൻ്റെ ഉള്ളിൽ വെച്ച് കൂട്ടിയിടിപ്പിക്കുകയാണെങ്കിൽ അത് പുതിയ പദാർത്ഥമായിട്ട് മാറും. ഇത് കേൾക്കുമ്പോഴും ഒരു വിഡിത്തമായിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുക. അങ്ങനെയാണെങ്കിൽ ശക്തമായ വേഗതയിൽ രണ്ട് പാറ കഷ്ണങ്ങൾ പരസ്പരം കൂട്ടിയിടിപ്പിച്ച് നമുക്ക് സ്വർണമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും മൂല്യമുള്ള എലമെൻറ്റുകളോ ആക്കി മാറ്റാനും സാധിക്കേണ്ടതല്ലേ? അത് അങ്ങനെ സാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം നമ്മൾ ഈ പറഞ്ഞ കല്ല് പരസ്പരം കൂട്ടിയിടിക്കുന്നത് ക്ലാസിക് ഫിസിക്സിൻ്റെ ഭാഷയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പാർട്ടിക്കിൾ കൊളൈഡർ അത് ക്വാണ്ടം ഫിസിക്സിൻ്റെ ലോകമാണ്. ആ രണ്ട് ലോകങ്ങൾ തമ്മിൽ പരസ്പരം നമുക്ക് ഒരിക്കലും ഒന്നിപ്പിക്കാൻ സാധിക്കുന്നതല്ല. ഒരിക്കലും എന്ന് ഞാൻ പറയുന്നില്ല, ഒരുപക്ഷെ ഒരു യൂണിഫൈഡ് തിയറിയുടെ സഹായത്താൽ അങ്ങനൊരു കൂടിച്ചേരൽ സാധ്യമായേക്കാം. പക്ഷേ നിലവിൽ അത് അസാധ്യമായ കാര്യമാണ്. ക്വാണ്ടം ഫിസിക്സിൻ്റെ ലോകത്ത് അല്ലെങ്കിൽ സബാറ്റോമിക് പാർട്ടിക്കിളിൻ്റെ ലോകത്തിൽ അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇത്തരത്തിൽ ശക്തമായ വേഗതയിൽ രണ്ട് പാർട്ടിക്കിൾസിനെ പരസ്പരം കൂട്ടിയിടിപ്പിക്കുകയാണെങ്കിൽ ആ പാർട്ടിക്കിൾസ് അൻഹിലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് ഉന്മൂലനത്തിന് വിധേയമാകും. അതിനെ തുടർന്ന് അത് മറ്റേതെങ്കിലും ഒരു പാർട്ടിക്കിളായിട്ട് മാറും. അങ്ങനെ ആയി മാറുകയാണെങ്കിൽ അത് ഒരുപക്ഷെ ഡാർക്ക് മാറ്ററായിട്ട് മാറാനുമുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ പഠന രീതി ടെലസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പഠന രീതിയാണ്. ഈ ടെലസ്കോപ്പിൽ നിന്ന് കിട്ടുന്ന ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഞാനും എൻ്റെ റിസർച്ച് നടത്തുന്നത്.
ഈ ഒരു മെത്തേഡ് എനിക്കിവിടെ ബാധകമായിട്ടുള്ള ഒരു മെത്തേഡാണ്. എങ്ങനെയാണ് ടെലസ്കോപ്പ് ഉപയോഗിച്ച് ഡാർക്ക് മാറ്ററിനെ കുറിച്ച് പഠിക്കുന്നത്? ഡാർക്ക് മാറ്റർ എല്ലായിടത്തും ഉണ്ട്. നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് മാത്രമല്ല ഉള്ളത്. സ്പേസിലേക്ക് നോക്കുക, അവിടെയുള്ള ഗാലക്സികളിലേക്ക് നോക്കുക. ഏറ്റവും കൂടുതൽ ഡാർക്ക് മാറ്റർ അവിടെ അടങ്ങിയിരിക്കുന്നത് ഗാലക്സിയുടെ മധ്യഭാഗത്തായിരിക്കും. പക്ഷേ ഗാലക്സിയുടെ മധ്യഭാഗത്ത് ഒരുപാട് പ്രശ്നമുണ്ട്. അവിടെ ഒരുപാട് സെലസ്റ്റിയൽ ബോഡികളുണ്ട്. അവിടെ സൂപ്പർ മാസീവായിട്ടുള്ള ബ്ലാക്ക് ഹോളുകളുണ്ട്. അതിനെ വലം വെച്ചുകൊണ്ട് വളരെയധികം അകലെ നിന്നുകൊണ്ട് അതിതീവ്രമായ രീതിയിൽ കറങ്ങിപ്പോകുന്ന, അതിൻ്റെ ഉള്ളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളും അത്തരത്തിൽ നിരവധി സെലസ്റ്റിയൽ ബോഡികളും ന്യൂട്രോൺ സ്റ്റാറുകളും ഒക്കെ അവിടെ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മധ്യഭാഗത്തേക്ക് നോക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ അവിടെ നോക്കിയാലും നമുക്ക് ഡാർക്ക് മാറ്ററിനെ കാണാൻ സാധിക്കും. ഡാർക്ക് മാറ്ററും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഡാർക്ക് മാറ്റർ അടങ്ങിയിരിക്കുന്നത് ആ കോറിലായിരിക്കും, അതിൻ്റെ മധ്യഭാഗത്തായിരിക്കും. പക്ഷെ അവിടെ നിന്നും ഒരുപാട് സിഗ്നലുകൾ വരുന്നത് കൊണ്ട് അതിനിടയിൽ ഡാർക്ക് മാറ്ററുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പഠനം നടത്താൻ വളരെയധികം പ്രയാസമാണ്. പക്ഷേ ആ ഗാലക്സികൾക്ക് ചുറ്റുമായിട്ട് വലം വെച്ചുകൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റ് ഗാലക്സികളുണ്ട്, പ്രത്യേകിച്ചും അൾട്രാ ഫെയിൻ ഡ്വാർഫ് ഗാലക്സികൾ പോലുള്ള ഗാലക്സികൾ. നമ്മുടെ ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ വലം വെക്കുന്നത് പോലെ വലിയ ഗാലക്സികൾക്ക് ചുറ്റുമായിട്ട് ചെറിയ ഗാലക്സികൾ വലം വെക്കാറുണ്ട്. അതിനെ നമ്മൾ സാറ്റലൈറ്റ് ഗാലക്സി എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് അൾട്രാ ഫെയിൻ ഡ്വാർഫ് ഗാലക്സി. അപ്പോൾ ആ ഗാലക്സിയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയുള്ള നക്ഷത്രങ്ങൾ വളരെയധികം മങ്ങിയ നക്ഷത്രങ്ങളാണ്, ഒത്തിരി പഴക്കമുള്ള നക്ഷത്രങ്ങളാണ്. അത് അതിൻ്റെ അവസാന കാലഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. കാരണം ഒത്തിരി പ്രാചീന കാലഘട്ടത്തിൽ നമ്മുടെ മിൽക്കി വേയേക്കാളും ഒക്കെ ഒത്തിരി മുമ്പുണ്ടായിരുന്ന ഗാലക്സികളാണ് ഈ ചെറിയ ഡ്വാർഫ് ഗാലക്സികൾ. ആ ഗാലക്സികളിലെ നക്ഷത്രങ്ങളുടെ സാന്നിധ്യം വളരെ കുറവായതുകൊണ്ട് അവിടെ നമുക്ക് കൂടുതൽ പഠനം നടത്താൻ സാധിക്കും. കാരണം അവിടെ മാസ് ടു ലുമിനോസിറ്റി റേഷ്യോ വളരെ കൂടുതലാണ്. അതായത് മാസിനെ അവിടെ നിന്ന് വരുന്ന പ്രകാശം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹരിക്കുകയാണെങ്കിൽ അവിടുത്തെ ആ കിട്ടുന്ന വാല്യൂ അത് വലിയൊരു വാല്യൂ ആണ്. അതായത് മാസ് വളരെ കൂടുതലും അവിടെ നിന്ന് വരുന്ന പ്രകാശം വളരെ കുറവുമാണ്. അപ്പോൾ അവിടേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരുപക്ഷെ ഡാർക്ക് മാറ്ററിനെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റിയെന്ന് വരാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഡാർക്ക് മാറ്ററുകൾ പരസ്പരം കൂട്ടിയിടിച്ച് എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം. കൂട്ടിയിടിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു, പക്ഷേ ഇവിടെയും ഒരു ഹോപ്പാണ്. ഒരു പക്ഷേ ആ ഡാർക്ക് മാറ്ററുകൾ തമ്മിൽ ചെറിയ രീതിയിലെങ്കിലും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ആ ഇൻട്രാക്ഷനെ തുടർന്ന് എന്തെങ്കിലും ഒരു പ്രതിഭാസം അവിടെ സംഭവിക്കുന്നുണ്ടായിരിക്കാം. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം, ഈ ഡാർക്ക് മാറ്റർ ഒരുപക്ഷെ അവിടെയുള്ള നക്ഷത്രവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇൻട്രാക്ട് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ചെറിയ രീതിയിലെങ്കിലും വളരെ മൈന്യൂട്ടായിട്ടെങ്കിലും എന്തെങ്കിലും ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ ഈ കാണുന്ന റെഗുലർ മാറ്റർ ഇൻട്രാക്ട് ചെയ്ത് ഡാർക്ക് മാറ്ററായിട്ട് മാറുന്ന ഒരു പ്രതിഭാസവും ഉണ്ടായിരിക്കാം. അതും നമുക്ക് അവിടെ വെച്ച് കാണാൻ സാധിക്കുമായിരിക്കും. നോർമൽ മാറ്റർ നമുക്ക് കാണാൻ സാധിക്കും. അത് എന്തെങ്കിലും ഒരു പ്രതിഭാസത്തിലൂടെ ഡാർക്ക് മാറ്ററായി മാറുന്നത് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ അതും ഒരു വലിയ കണ്ടുപിടുത്തം തന്നെയാണ്. പക്ഷേ ഈ ടെലസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്നത് യഥാർത്ഥ രീതിയിലുള്ള ദൃശ്യങ്ങളല്ല. സ്പേസ് ടെലസ്കോപ്പുകളുണ്ട്. സ്പേസ് ടെലസ്കോപ്പുകൾക്ക് PSF എന്ന് പറയുന്ന ഒരു ലോസ് ഉണ്ട്, പോയിന്റ് സ്പ്രെഡ് ഫംഗ്ഷൻ എന്ന് പറയും. അത് എല്ലാ ടെലസ്കോപ്പുകൾക്കും എല്ലാ ക്യാമറകൾക്കും ബാധകമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ PSF കാരണം യഥാർത്ഥ ഇമേജ് അല്ല നമുക്ക് ശരിക്കും കിട്ടുന്നത്. ആ ഇമേജിന് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഡേറ്റ നമുക്ക് ലഭ്യമാക്കുന്ന ഗ്രൗണ്ട് ബേസ്ഡ് ടെലസ്കോപ്പുകൾ, ഭൂമിയിൽ നിൽക്കുന്ന ടെലസ്കോപ്പുകൾ, ആ ഭൂമിയിലെ ടെലസ്കോപ്പിലേക്ക് എത്തിച്ചേരുന്ന സിഗ്നലും ബ്ലർഡായിട്ടുള്ള സിഗ്നലുകളാണ്. അപ്പം അതിന് ഈ ഒരു PSF മാത്രമല്ല, ടെലസ്കോപ്പിൻ്റെതായിട്ടുള്ള ആ എക്യുപ്മെൻറ്റ് കാരണം സൃഷ്ടിക്കുന്ന PSF മാത്രമല്ല, അല്ലാതെ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നം കൂടിയുണ്ട്. നമ്മൾ രാത്രിയിൽ നക്ഷത്രത്തെ നോക്കുക. നക്ഷത്രത്തെ നോക്കുമ്പോൾ നമുക്ക് ഒരു പന്തായിട്ടാണോ കാണാൻ സാധിക്കുന്നത്? നമുക്ക് ഒരു പോയിന്റ് പോലാണോ കാണാൻ സാധിക്കുന്നത്? അല്ല, നക്ഷത്രം തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ വശങ്ങളിലേക്ക് കാലുകൾ, നക്ഷത്രത്തിൻ്റെ കാലുകൾ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നക്ഷത്രത്തിൻ്റെ രൂപം എന്ന് പറയുന്നത് ഭൂമിയുടെ രൂപം പോലെയുള്ള ഒരു ഗോളത്തിൻ്റെ രൂപമാണ്. ആ ഗോളത്തെ ഒരു പോയിന്റ് ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. പക്ഷേ ഇത്തരത്തിൽ തിളങ്ങുന്ന ഒരു വസ്തുവായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ കാരണം ആ പ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ അന്തരീക്ഷത്തിൽ തന്നെ ഒരുപാട് ലെയറുകളുണ്ട്. ഓരോ ലെയറുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ഉള്ളത്. അത് കാരണം അത് റിഫ്രാക്റ്റ് ചെയ്യുന്നു. അതായത് അതിൻ്റെ പാതയിൽ വ്യതിചലനം സംഭവിക്കുന്നു.
അങ്ങനെ അല്പം ഒന്ന് വളഞ്ഞു പുളഞ്ഞൊക്കെയാണ് നമ്മുടെ കണ്ണിലേക്ക് വരുന്നത്. നമ്മൾ കാണുന്നത് ആ പ്രകാശം എങ്ങനെയാണോ നമ്മുടെ കണ്ണിലേക്ക് വന്നത് ആ രീതിയിലാണ് കാണുന്നത്. അപ്പോൾ പല സ്ഥലത്തു നിന്ന് ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞ് നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോൾ നമ്മുടെ കണ്ണിൽ കാണാൻ സാധിക്കുന്നത് ആ വളഞ്ഞു വന്നിരിക്കുന്ന ആ വഴിയെല്ലാം നമ്മുടെ കണ്ണിലേക്ക് വന്ന് പതിയുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നക്ഷത്രത്തിൻ്റെ കാലുകൾ പോലെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ആ നക്ഷത്രത്തിന് കാലുകൾ ഉള്ളതായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ കാലുകളൊന്നുമില്ല. നമ്മുടെ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് നമ്മൾ ചിത്രീകരിക്കുമ്പോൾ ഇത്തരത്തിൽ കാലുകളുള്ള നക്ഷത്രത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ അവിടെ കാലുകളില്ല. നമ്മൾ ഒരു ഗാലക്സിയെ നോക്കിയാലും അത്തരത്തിൽ റിഫ്രാക്ഷനൊക്കെ സംഭവിച്ച് ലോസ് ആയിട്ടുള്ള ഒരു സിഗ്നലാണ് നമുക്ക് കിട്ടുന്നത്. അതുപയോഗിച്ചിട്ട് ഡാർക്ക് മാറ്ററിൽ പഠനങ്ങൾ നടത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതൊക്കെ ഒഴിവാക്കി നമുക്ക് ആ ഡാർക്ക് മാറ്ററിൻ്റെ കൂടുതൽ സാന്നിധ്യം മനസ്സിലാക്കുന്ന തരത്തിലേക്ക് ആ ഗാലക്സിയുടെ ചിത്രത്തെ മാറ്റിയെടുക്കുന്ന ഒരു വലിയ പ്രക്രിയയുണ്ട്. നിലവിലുള്ള എൻ്റെ ഗവേഷണങ്ങളൊക്കെ അത്തരത്തിലുള്ള ഗവേഷണങ്ങളാണ്. ആ ഇമേജിനെ ഡാർക്ക് മാറ്റർ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് എൻ്റെ 2 പ്രബന്ധങ്ങൾ ഇതേ വിഷയത്തിൽ ഉള്ള 2 പ്രബന്ധങ്ങൾ IEEE കോൺഫറൻസിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അക്സെപ്റ്റൻസ് മെയിലൊക്കെ വന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് തന്നതാണ്. സെപ്റ്റംബറിലാണ് ഞാനത് അവിടെ പോയി അവതരിപ്പിക്കുന്നത്. അത് പ്രസൻറ്റ് ചെയ്തതിന് ശേഷം അത് പബ്ലിഷ് ആകുന്ന സമയത്ത് ഞാനൊരു വീഡിയോ അതുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ആ പ്രക്രിയ എന്താണെന്നും എങ്ങനെയാണ് ഞാൻ ആ ഒരു റിസർച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്, എൻ്റെ ഔട്ട്കം, എൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ്, അത് എത്രമാത്രം മികച്ചതാണെന്നൊക്കെ ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോയിൽ പരാമർശിക്കുന്നതാണ്. ഡാർക്ക് മാറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഡാർക്ക് മാറ്റർ വെറും 28% മാത്രമേ ഉള്ളൂ. 5% നോർമൽ മാറ്ററാണ്. അവശേഷിക്കുന്ന 67% എന്താണ് ആ 67%? അത് ഡാർക്ക് എനർജിയാണ്. എന്താണ് ഡാർക്ക് എനർജി? വിശദമായി തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ ഞാൻ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. ഈ വീഡിയോയുടെ ദൈർഘ്യം വളരെ കൂടിപ്പോയി. ഞാൻ മറ്റൊരു വീഡിയോയിൽ, അടുത്ത വീഡിയോയിൽ തന്നെ ഡാർക്ക് എനർജിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയാണെങ്കിലും ദയവായി അത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമൻറ്റുകൾ അതെനിക്ക് വലിയ രീതിയിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നതാണ്. നിങ്ങൾ എത്ര പേര് ഇത് കാണുന്നു എന്നതോ എനിക്കൊരു വലിയ വിഷയമേ അല്ല. നിങ്ങളിൽ എത്ര പേര് ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നു എന്നത് എനിക്ക് വലിയ ഒരു മോട്ടിവേഷൻ, ഒരു പ്രചോദനം നൽകുന്ന കാര്യമാണ്. അങ്ങനെയുള്ള കൂടുതൽ കമൻറ്റുകൾ കാണുകയാണെങ്കിൽ, അതിപ്പോൾ നെഗറ്റീവായിട്ടുള്ളതാണെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ വീഡിയോസ് ഇത്തരത്തിൽ മികച്ച രീതിയിൽ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. വീഡിയോയിൽ എന്തെങ്കിലും ഒരു തെറ്റുകളുണ്ടെങ്കിൽ അതും പ്രത്യേകം ചൂണ്ടിക്കാണിക്കുക. അവതരണ രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ അതൊക്കെ പരമാവധി ഒഴിവാക്കി ഏറ്റവും മികച്ച രീതിയിൽ തന്നെ വീഡിയോസ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക. കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്.